നമസ്കാരം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിച്ച എല്ലാവരും ഇന്നും നിങ്ങളോടൊപ്പമുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ജോലിയും, ബന്ധങ്ങളും, അവസരങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖത്തിലൂടെയോ നഷ്ടത്തിലൂടെയോ ആണ് കടന്നു പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ചിലർ ആ ദുഃഖത്തിൽ തകർന്നു പോകുന്നു. മറ്റു ചിലർ അതേ ദുഃഖത്തെ ഉപയോഗിച്ച് കൂടുതൽ ശക്തരാകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: എന്താണ് ഈ രണ്ടു പേരും തമ്മിലുള്ള വ്യത്യാസം? അവർക്കുണ്ടായ സാഹചര്യങ്ങളല്ല, അവർ ആ സാഹചര്യത്തെ കണ്ട രീതിയാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാണ് നമ്മളെ സ്നേഹിക്കുക? ആരാണ് നമ്മളെ വിട്ടുപോവുക? എപ്പോൾ ഒരു അസുഖം വരും? എപ്പോൾ ഒരു അവസരം നഷ്ടമാകും? ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഒരു കാര്യം നമ്മുടെ നിയന്ത്രണത്തിലുണ്ട്. അത് നമ്മുടെ പ്രതികരണം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടലിൽ പോകുന്ന എല്ലാ കപ്പലുകളും ഒരേ കാറ്റിനോടാണ് നേരിടുന്നത്. പക്ഷേ എല്ലാ കപ്പലുകളും ഒരേ ലക്ഷ്യസ്ഥാനത്തെത്തുന്നില്ല. കാരണം കാറ്റല്ല അവരുടെ യാത്ര തീരുമാനിക്കുന്നത്, അവർ പായ എങ്ങനെ തിരിക്കുന്നു എന്നതാണ്. ജീവിതവും ഇതുപോലെയാണ്. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരും. പക്ഷേ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ ദിശ മാറ്റുന്നത്. ഞാൻ ഒരിക്കലൊരു വയോധികനായി കണ്ടിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നില്ല, പക്ഷേ എനിക്ക് വേണ്ടത് പഠിപ്പിച്ചു. ആ ഒരു വാചകം എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. കാരണം നമ്മളിൽ പലരും ജീവിതത്തെ കരാറായി കാണുന്നു. ഞാൻ നല്ലവനാണെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കണം. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് എനിക്ക് ഈ വിഷമം? പക്ഷേ ജീവിതം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. മഴ പെയ്യുമ്പോൾ അത് നല്ല മനുഷ്യൻ്റെ വീട്ടിൽ മാത്രം പെയ്യുകയും മോശം മനുഷ്യൻ്റെ വീട്ടിൽ പെയ്യാതിരിക്കുകയും ചെയ്യുന്നില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ്. പ്രകൃതിക്ക് പക്ഷപാതമില്ല, ജീവിതത്തിനുമില്ല. ഒരു ചെറിയ കഥ പറയാം. 2 സുഹൃത്തുക്കൾ ഒരു മല കയറാൻ തീരുമാനിച്ചു. പാതിയുടെ അടുത്തെത്തിയപ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഇന്നത്തേക്ക് മതിയാക്കി, ഈ മഴ എൻ്റെ ഭാഗ്യം മോശമാണെന്ന് തെളിയിക്കുന്നു. അയാൾ തിരികെ പോയി. രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു, മഴ എൻ്റെ ശത്രുവല്ല, ഇതൊരു സാഹചര്യം മാത്രമാണ്. അയാൾ പതുക്കെ മുന്നോട്ട് നടന്നു. അല്പം വൈകിയാണെങ്കിലും അയാൾ മലമുകളിലെത്തി. ഇവിടെ മഴ 2 പേർക്കും ഒരുപോലെയായിരുന്നു. പക്ഷേ ഒരാളുടെ മനസ്സാണ് തോറ്റത്, മറ്റൊരാളുടെ മനസ്സാണ് ജയിച്ചത്. ജീവിതത്തിലും പലപ്പോഴും പ്രശ്നങ്ങളല്ല നമ്മളെ തോൽപ്പിക്കുന്നത്, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ വ്യാഖ്യാനമാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കാര്യം നടക്കാതെ പോയതിൽ നിങ്ങൾ പിന്നീട് സന്തോഷിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാതെ പോയൊരു ജോലി, നടക്കാതെ പോയൊരു വിവാഹം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരവസരം. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞിരിക്കാം. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും, അത് നടന്നില്ല എന്നത് നന്നായി. ഇതെന്താണ് തെളിയിക്കുന്നത്? നമ്മൾ ഇന്നത്തെ കണ്ണുകൊണ്ട് കാണുന്ന പരാജയം നാളത്തെ അനുഗ്രഹമാകാം. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സംഭവങ്ങൾക്കും ഉടനെ ഒരു വിധി എഴുതരുത് എന്ന് പറയുന്നത്. സമയം പല കാര്യങ്ങൾക്കും പുതിയ അർത്ഥം നൽകും. എനിക്കൊരു അധ്യാപകൻ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയുണ്ട്. ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ ഒരു അധ്യായം മോശമായതുകൊണ്ട് മുഴുവൻ പുസ്തകവും മോശമാണെന്ന് പറയാൻ പറ്റില്ല. എത്ര മനോഹരമായ ചിന്തയാണല്ലേ? പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു മോശം ദിവസം വന്നാൽ എൻ്റെ ജീവിതം കഴിഞ്ഞു. ഒരു ബന്ധം തകർന്നാൽ ഇനി ആരെയും വിശ്വസിക്കില്ല. ഒരു പരാജയം വന്നാൽ എനിക്കൊന്നിനും കഴിവില്ല. ഇങ്ങനെ നമ്മളൊരു സംഭവത്തെ മുഴുവൻ ജീവിതത്തിൻ്റെ സത്യമായി മാറ്റുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓർമ്മിക്കുക, ഒരു പരാജയം നിങ്ങളെ പരാജിതനാക്കുന്നില്ല. ഒരു നഷ്ടം നിങ്ങളെ ശൂന്യമാക്കുന്നില്ല. ഒരു വിമർശനം നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നില്ല. നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ്. അതിനാൽ ഇന്ന് മുതൽ ഒരു പുതിയ ശീലം തുടങ്ങാം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആദ്യം നമുക്ക് പറയാം, ഇത് ഇപ്പോൾ എൻ്റെ യാഥാർത്ഥ്യമാണ്, ഞാനിതിനെ സ്വീകരിക്കുന്നു. അംഗീകരിക്കൽ എന്നത് കൈവിടലല്ല,
അത് മനസ്സിനെ യുദ്ധത്തിൽ നിന്നും മോചിപ്പിക്കലാണ്. കാരണം മനസ്സ് യാഥാർത്ഥ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ സമാധാനം ഒരിക്കലും ലഭിക്കില്ല. സ്വീകരിച്ച മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയൂ. എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ പ്രശ്നങ്ങളെയും വലിയ വേദനയാക്കി മാറ്റുന്നത്? നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ ദുഃഖത്തെ ഇരട്ടിയാക്കുന്നു? അതിൽ നിന്ന് പുറത്തു വരാനുള്ള ലളിതമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ സംഭവിച്ച കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്നത് സംഭവം മാത്രമല്ല, ആ സംഭവത്തിന് ശേഷം നമ്മുടെ മനസ്സിൽ തുടർച്ചയായി ഓടുന്ന ചിന്തകളാണ്. ഒരു സംഭവം സംഭവിക്കും, അതൊരു വേദന നൽകും. പക്ഷേ അതിനുശേഷം നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്തുകൊണ്ട് എനിക്ക് മാത്രം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇനി എൻ്റെ ജീവിതം എങ്ങനെയാകും? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? എനിക്കിതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. ഇങ്ങനെ ഒരേ ഒരു സംഭവത്തിൽ നിന്ന് 100 ചിന്തകൾ നമ്മൾ ഉണ്ടാക്കും. സംഭവം ഒരു മുറിവ് മാത്രമായിരിക്കാം, പക്ഷേ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ആ മുറിവിൽ വീണ്ടും വീണ്ടും കൈവെക്കുന്നത് പോലെയാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് വീണ് സ്ക്രീൻ പൊട്ടിപ്പോയി എന്ന് കരുതൂ. ഫോൺ പൊട്ടിയതൊരു സംഭവം. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു. എനിക്കെപ്പോഴും ഇങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ഒന്നും സുരക്ഷിതമല്ല. ഇപ്പോൾ പുതിയ ഫോൺ വാങ്ങാൻ പണം എവിടെ നിന്നാണ്? ഇന്ന് മുഴുവൻ മോശമായിരിക്കും. എൻ്റെ ഭാഗ്യം തന്നെ മോശമാണ്. ശ്രദ്ധിച്ചോ? ഫോൺ പൊട്ടിയതൊരു പ്രശ്നം മാത്രമായിരുന്നു. പക്ഷേ മനസ്സ് അതിനെ നിങ്ങളുടെ സ്വഭാവത്തോടും സാമ്പത്തികാവസ്ഥയോടും ഭാവിയോടും ഭാഗ്യത്തോടും ബന്ധിപ്പിക്കുന്നു. ഇതാണ് മനസ്സ് വേദനയെ വലുതാക്കുന്ന രീതി. ഒരു സംഭവം വന്നാൽ മനസ്സ് ഉടൻ ഒരു കഥയുണ്ടാക്കും. ആ കഥ പലപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല, പക്ഷേ നമ്മൾ അതിനെ സത്യമാണെന്ന് വിശ്വസിക്കും. ഒരാൾ നിങ്ങളുടെ സന്ദേശത്തിന് മറുപടി നൽകിയില്ല എന്ന് കരുതൂ. യാഥാർത്ഥ്യം എന്താണ്? അവർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല, അത്രമാത്രം. പക്ഷേ മനസ്സ് എന്തു പറയും? അവർ എന്നെ അവഗണിക്കുന്നു, അവർക്ക് എന്നോട് ഇഷ്ടമില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കണം, ഇനി ഈ ബന്ധം അവസാനിക്കും. പിന്നീട് നിങ്ങൾ വിഷമിക്കും, കോപിക്കും, കരയും. ഒരുപക്ഷെ അവരോട് മോശമായി സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ അവർ തിരക്കിലായിരിക്കാം, ഫോൺ സൈലൻ്റ് ആയിരുന്നിരിക്കാം, അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറുപടി നൽകാൻ സമയം കിട്ടാതിരിക്കാം. അതായത് യഥാർത്ഥ സംഭവം നിങ്ങളെ വേദനിപ്പിച്ചതിലും കൂടുതൽ നിങ്ങളുടെ മനസ്സ് സൃഷ്ടിച്ച കഥകളാണ് നിങ്ങളെ വേദനിപ്പിച്ചത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കണം. ഇത് യാഥാർത്ഥ്യമാണോ, അതോ എൻ്റെ മനസ്സുണ്ടാക്കിയ ഒരു കഥയാണോ? ഈ ചോദ്യം മാത്രം പല വലിയ വേദനകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. നമ്മുടെ മനസ്സ് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ ശ്രമിക്കും. പക്ഷേ മനസ്സ് ചെയ്യുന്ന എല്ലാ പ്രവചനങ്ങളും ശരിയല്ല. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ മനസ്സ് പറയും, എനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഒരു ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ എനിക്ക് കഴിവില്ല. ഒരു ബന്ധം അവസാനിച്ചാൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല. പക്ഷേ ഇവയിൽ ഒന്നും ഉറപ്പായ സത്യങ്ങളല്ല. അവ ആ നിമിഷത്തിലെ വേദനയിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ മാത്രമാണ്. ഒരു പരാജയം ഭാവിയിലെ എല്ലാ വിജയങ്ങളെയും ഇല്ലാതാക്കുന്നില്ല. ഒരു വ്യക്തി നിങ്ങളെ നിരസിച്ചതുകൊണ്ട് എല്ലാവരും നിങ്ങളെ നിരസിക്കണമെന്നില്ല. ഒരവസരം നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ വാതിലുകളും അടഞ്ഞു പോയിട്ടില്ല. ഈ കാര്യം മനസ്സിലാക്കാൻ ഒരു കഥ പറയാം. ഒരു യുവാവ് ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കാനായി പല മാസങ്ങളും തയ്യാറെടുത്തു. അദ്ദേഹത്തിന് ആ ജോലി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും അദ്ദേഹത്തിന് ജോലി ഉറപ്പാണെന്ന് പറഞ്ഞു. അദ്ദേഹവും തൻ്റെ ഭാവിയെ മുഴുവൻ ആ ജോലിയുമായി ബന്ധിപ്പിച്ചു. പക്ഷേ അവസാന റൗണ്ടിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അദ്ദേഹം പൂർണ്ണമായും തകർന്നു. എൻ്റെ ജീവിതം കഴിഞ്ഞു, ഇത്രയും ശ്രമിച്ചത് വെറുതെയായി, ഞാൻ മറ്റുള്ളവരെക്കാൾ മോശമാണ് എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു ചെറിയ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു. ആദ്യമായി അദ്ദേഹത്തിന് അതിഷ്ടമായിരുന്നില്ല, കാരണം ആദ്യ ജോലിയേക്കാൾ ശമ്പളം കുറവായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൂടുതൽ അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധിച്ച സ്ഥാപന മേധാവി കുറച്ച് വർഷത്തിനുള്ളിൽ വലിയ ഉത്തരവാദിത്തം നൽകി. പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആദ്യത്തെ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സുരക്ഷിതമായി അവിടെ തന്നെ തുടർന്നേനെ. എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും തിരിച്ചറിയുമായിരുന്നില്ല.
ആദ്യത്തെ പരാജയം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പുതിയൊരു ദിശ നൽകി. പക്ഷേ ആ സംഭവം നടന്ന ദിവസം അതിനെ അദ്ദേഹം വളരെ വേദനയോടെയായിരുന്നു അന്ന് കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം ആ ഒരു സംഭവത്തെ അനുഗ്രഹമായി കണ്ടു. അത് സ്വാഭാവികമാണ്. നമ്മൾ എല്ലാത്തിനെയും ഉടനെ പോസിറ്റീവായി കാണേണ്ടതില്ല. വേദനിക്കുമ്പോൾ വേദനിക്കാം, കരയണമെങ്കിൽ കരയാം, നിരാശ തോന്നിയാൽ അത് സമ്മതിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യരുത്. ആ വേദനയുള്ള നിമിഷത്തിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും കുറിച്ച് തീരുമാനമെടുക്കരുത്. മഴ പെയ്യുന്ന സമയത്ത് ആകാശം ഇനി ഒരിക്കലും തെളിയില്ലെന്ന് തീരുമാനിക്കരുത്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ വികാരം ശാശ്വതമല്ല. ഇന്ന് അസഹ്യമായി തോന്നുന്ന കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സഹിക്കാവുന്നതായി തോന്നാം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ അർത്ഥം മാറാം. വർഷങ്ങൾക്ക് ശേഷം അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പാഠമായി മാറാം. അതുകൊണ്ട് വേദനയുള്ള സമയത്ത് പറയുന്ന ഒരു വാചകം ഇതാണ്: ഇപ്പോൾ എനിക്ക് മുഴുവൻ ചിത്രം കാണാൻ കഴിയുന്നില്ല. എൻ്റെ മനോഹരമായ ഒരു സത്യമാണത്. ഒരു സിനിമയുടെ നടുവിൽ നിൽക്കുമ്പോൾ അവസാനം എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ ജീവിതത്തിന് നടുവിൽ നിൽക്കുമ്പോൾ ഒരു സംഭവം എവിടേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതിനാൽ ഉടനെ വിധി എഴുതരുത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദുഃഖം ഇരട്ടിയാക്കുന്ന ശീലമാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്. അവളുടെ ജീവിതം എത്ര മനോഹരമാണ്, അവനെല്ലാം എളുപ്പത്തിൽ കിട്ടി, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് പ്രശ്നം? സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരും സന്തോഷവാന്മാരായി തോന്നും. യാത്രകൾ, വിജയങ്ങൾ, സ്നേഹമുള്ള കുടുംബം, പുതിയ വീട്, പുതിയ ജോലി, നല്ല ബന്ധങ്ങൾ. പക്ഷെ ഓർക്കുക, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തിരഞ്ഞെടുത്ത നിമിഷങ്ങളാണ് കാണുന്നത്. അവരുടെ രാത്രിയിലെ കണ്ണുനീർ നമുക്ക് കാണാനാവില്ല. അവരുടെ ഭയം നമുക്കറിയില്ല. അവരുടെ കുടുംബ പ്രശ്നങ്ങൾ നമുക്കറിയില്ല. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയില്ല. അവരുടെ ഉള്ളിലെ ശൂന്യത നമുക്ക് കാണാനാവില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തിലെ മനോഹരമായ ചില നിമിഷങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് അനീതിയാണ്. ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. ഒരു മരത്തിന് 2 വർഷം കൊണ്ട് ഫലം തരാം, മറ്റൊരു മരത്തിന് 5 വർഷം വേണ്ടി വരും. അതുകൊണ്ട് രണ്ടാമത്തെ മരം പരാജയപ്പെട്ടതല്ല, അതിൻ്റെ സമയം വേറെയാണ്. നിങ്ങളുടെ സമയവും വേറെ ആയിരിക്കാം. മറ്റുള്ളവരുടെ വേഗത നോക്കി നിങ്ങളുടെ മൂല്യം കുറയ്ക്കരുത്. ഒരു കാര്യം മറക്കരുത്: വൈകുന്നു എന്നത് നഷ്ടപ്പെടുന്നു എന്നതല്ല. ഇപ്പോൾ ഇല്ല എന്നത് ഒരിക്കലും ഉണ്ടാകില്ല എന്നല്ല. ഇവിടെ നമുക്കൊരു ലളിതമായ പരിശീലനം ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം മനസ്സിൽ കൊണ്ടുവരൂ. അതിനുശേഷം നിങ്ങളോട് തന്നെ 4 ചോദ്യങ്ങൾ ചോദിക്കൂ. 1. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വികാരങ്ങൾ ചേർക്കാതെ സംഭവം മാത്രം പറയുക. ഉദാഹരണത്തിന്, എനിക്ക് ജോലി ലഭിച്ചില്ല, അത്രമാത്രം. ഞാൻ പരാജിതനാണ് എന്നത് സംഭവമല്ല, അതൊരു വിധിയാണ്. 2. ഈ സംഭവത്തെക്കുറിച്ച് എൻ്റെ മനസ്സ് എന്ത് കഥയാണ് പറയുന്നത്? എനിക്ക് കഴിവില്ല, ഇനി ഒന്നും ശരിയാകില്ല, എല്ലാവരും എന്നേക്കാൾ മുന്നിലാണ്. ഈ ചിന്തകൾ തിരിച്ചറിയുക. 3. ഈ കഥയ്ക്ക് തെളിവുണ്ടോ? ഒരു സംഭവം കൊണ്ട് മുഴുവൻ ജീവിതത്തെക്കുറിച്ച് നിഗമനം ചെയ്യാൻ കഴിയുമോ? 4. ഇപ്പോൾ ഞാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നല്ല ചുവട് എന്താണ്? വലിയൊരു പരിഹാരം വേണ്ട, ഒരു ചെറിയ ചുവട് മതി. ഒരാളോട് സംസാരിക്കുക, വിശ്രമിക്കുക, ഒരു അപേക്ഷ കൂടി അയക്കുക, ഡോക്ടറുടെ സഹായം തേടുക, ഒരു പേജ് പഠിക്കുക, ഒരു തീരുമാനം നാളെ വരെ മാറ്റിവെക്കുക. ജീവിതം ഒരൊറ്റ വലിയ ചാട്ടത്തിലല്ല മാറുന്നത്, ചെറിയ ചുവടുകളിലാണ്. വേദനയുള്ളപ്പോൾ നമുക്ക് മുഴുവൻ മല കയറേണ്ടതില്ല. അടുത്ത ഒരു ചുവട് മാത്രം കാണുക. അതടുത്തു കഴിഞ്ഞാൽ അടുത്ത ചുവട് കാണാം. അതാണ് മുന്നോട്ട് പോകുന്ന രീതി. അതിനാൽ ഇന്ന് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: സംഭവം ഒന്നാണ്, അതിനെക്കുറിച്ച് മനസ്സ് പറയുന്ന കഥ മറ്റൊന്നാണ്. സംഭവത്തെ അംഗീകരിക്കുക, പക്ഷേ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും സത്യമായി അംഗീകരിക്കരുത്. നിങ്ങളുടെ മനസ്സിലെ ഓരോ ശബ്ദവും സത്യമല്ല. ചിലത് ഭയമാണ്, ചിലത് പഴയ അനുഭവങ്ങളുടെ പ്രതിഫലനമാണ്, ചിലത് താൽക്കാലികമായ നിരാശയാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ ആ ചിന്തകളെ കാണുന്ന വ്യക്തിയാണ്. അടുത്ത ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അംഗീകരിക്കൽ പ്രായോഗികമായി എങ്ങനെ ചെയ്യാം. വേദനയുള്ള നിമിഷത്തിൽ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ശാന്തമാക്കാം. ഓർക്കുക, ദുഃഖം വന്നതുകൊണ്ട് നിങ്ങൾ ദുർബലരായിട്ടില്ല. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങളുടെ ശക്തിയുടെ തെളിവ്. ഇതുവരെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്നാമത്തേത്, ജീവിതത്തിൽ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടാമത്തേത്, പലപ്പോഴും നമ്മുടെ ദുഃഖത്തെ ഇരട്ടിയാക്കുന്നത് നമ്മളുടെ ചിന്തകളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം:
അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അംഗീകരിക്കൽ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ പരിശീലിക്കാം? പലരും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മറക്കാൻ ശ്രമിക്കുമ്പോഴും അതേ ചിന്ത വീണ്ടും വരുന്നു. എൻ്റെ മനസ്സ് ശാന്തമാകുന്നില്ല. ഇത് സ്വാഭാവികമാണ്. കാരണം മനസ്സൊരു സ്വിച്ചല്ല, ഒരു ബട്ടൺ അമർത്തിയാൽ ഓഫ് ചെയ്യാൻ കഴിയില്ല. അത് പതുക്കെ പരിശീലിപ്പിക്കേണ്ട ഒന്നാണ്. ഒരു കുഞ്ഞ് ആദ്യ ദിവസം നടക്കാൻ പഠിക്കില്ല. ആദ്യം വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും. അങ്ങനെ തന്നെയാണ് മനസ്സും. ശാന്തതയും ഒരു പരിശീലനമാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കഥ പറയാം. ഒരു പരിശീലകൻ തൻ്റെ വിദ്യാർത്ഥിയോട് ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. പിന്നീട് ചോദിച്ചു, ഈ ഗ്ലാസിൻ്റെ ഭാരം എത്രയായിരിക്കും? ഒരാൾ പറഞ്ഞു 200 ഗ്രാം, മറ്റൊരാൾ പറഞ്ഞു 300 ഗ്രാം. പരിശീലകൻ ചിരിച്ചു. ഭാരം എത്രയാണെന്നത് പ്രധാനമല്ല. ഞാനിത് 1 മിനിറ്റ് പിടിച്ചാൽ പ്രശ്നമില്ല. 1 മണിക്കൂർ പിടിച്ചാൽ കൈവേദനിക്കും. 1 ദിവസം മുഴുവൻ പിടിച്ചാൽ കൈ തളരും. പ്രശ്നം ഗ്ലാസിൻ്റെ ഭാരമല്ല, അത് എത്ര നേരം പിടിച്ചു വയ്ക്കുന്നു എന്നതാണ്. നമ്മുടെ ദുഃഖങ്ങളും ഇതുപോലെയാണ്. ഒരു പ്രശ്നം വന്നാൽ അത് അംഗീകരിക്കാം. പക്ഷേ അതിനെ ദിവസം മുഴുവൻ മനസ്സിൽ ചുമന്നു നടന്നാൽ നമ്മൾ ക്ഷീണിക്കും. ചിന്തിക്കേണ്ട സമയമുണ്ട്, അതുപോലെ തന്നെ അതിനെ വിടേണ്ട സമയമുണ്ട്. വികാരങ്ങളെ അടിച്ചമർത്തരുത്. ചിലർ ശക്തരാകാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. അവർ കരയില്ല, ആരോടും പറയില്ല, എനിക്കൊന്നുമില്ല എന്ന് അഭിനയിക്കും. പക്ഷേ മനസ്സിന് അഭിനയിക്കാൻ അറിയില്ല. അടിച്ചമർത്തിയ വികാരങ്ങൾ ഒരു നാൾ പൊട്ടിത്തെറിക്കും. അതിനാൽ നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കരയൂ. വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കൂ, ഡയറിയിൽ എഴുതൂ, പ്രാർത്ഥിക്കൂ, ധ്യാനിക്കൂ. പക്ഷേ നിങ്ങളുടെ വേദനയെ നിഷേധിക്കരുത്. അംഗീകരിക്കൽ എന്നത് വികാരങ്ങളെ മറയ്ക്കുകയല്ല, അവയ്ക്ക് സുരക്ഷിതമായ ഇടം നൽകുകയാണ്. ജീവിതത്തിൽ എല്ലാത്തിനും ഉടൻ പരിഹാരമില്ല. ഇത് നമ്മൾ അംഗീകരിക്കേണ്ട മറ്റൊരു സത്യമാണ്. ചില പ്രശ്നങ്ങൾക്ക് 5 മിനിറ്റിൽ പരിഹാരം കിട്ടും. ചിലതിന് 5 വർഷം എടുത്തേക്കാം. ഒടിഞ്ഞ ഒരു എല്ല് ഒരു ദിവസം കൊണ്ട് ചേരില്ല. അത് സുഖപ്പെടാൻ സമയം വേണം. അതുപോലെ മനസ്സിനും സമയം വേണം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നാളെ ഇല്ലാതാകണമെന്നില്ല, പക്ഷേ അതിൻ്റെ തീവ്രത കുറയും. ഇന്ന് കരയുന്ന കാര്യം 1 വർഷം കഴിഞ്ഞ് ഓർക്കുമ്പോൾ അതേ വേദന ഉണ്ടാകണമെന്നില്ല. സമയം എല്ലാം പരിഹരിക്കില്ല, പക്ഷേ സമയം മുറിവുകൾക്ക് പുതിയ അർത്ഥം നൽകും. ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ത്? ഒരു പേപ്പർ എടുത്ത് 2 കോളം വരയ്ക്കുക. ആദ്യ കോളത്തിൽ എഴുതൂ, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. മറ്റേ കോളത്തിൽ എഴുതുക, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിയന്ത്രിക്കാൻ കഴിയാത്തത് മറ്റുള്ളവരുടെ അഭിപ്രായം, കഴിഞ്ഞ കാലം, മറ്റൊരാളുടെ പെരുമാറ്റം, കാലാവസ്ഥ, അപ്രതീക്ഷിത സംഭവങ്ങൾ. നിയന്ത്രിക്കാൻ കഴിയുന്നത് എൻ്റെ പ്രതികരണം, എൻ്റെ വാക്കുകൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ശീലങ്ങൾ, ഞാൻ ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ ജീവിതം വളരെ ലളിതമാകും. കാരണം നമ്മളിൽ പലരും നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടാണ് ജീവിതം മുഴുവൻ ക്ഷീണിക്കുന്നത്. ഒരു ചെറിയ അനുഭവം. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയായിരുന്നു. അവൻ പലതവണ വീണു. മുട്ടിൽ മുറിവായി. അവൻ കരഞ്ഞു. അമ്മ ഓടി വന്നു. ഞാൻ വിചാരിച്ചു, ഇനി ഈ കുട്ടി സൈക്കിൾ ഓടിക്കില്ല. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും സൈക്കിളിൽ കയറി. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇവന് പേടിയില്ലേ? അമ്മ ചിരിച്ചു. പേടിയുണ്ട്, പക്ഷേ സൈക്കിൾ പഠിക്കാനുള്ള ആഗ്രഹം പേടിയേക്കാൾ വലുതാണ്. ആ വാക്ക് ജീവിതത്തിനും ബാധകമാണ്. നമുക്കെല്ലാവർക്കും പേടിയുണ്ട്. പരാജയത്തിൻ്റെ പേടി, നഷ്ടത്തിൻ്റെ പേടി, വിമർശനത്തിൻ്റെ പേടി. പക്ഷെ ജീവിക്കാനുള്ള ആഗ്രഹം ആ പേടിയേക്കാൾ വലുതായിരിക്കണം. ദുഃഖമുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. 1, ആ ദിവസം വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. 2, ശരീരത്തെ ശ്രദ്ധിക്കൂ. ഉറങ്ങൂ, വെള്ളം കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ. മനസ്സിൻ്റെ ആരോഗ്യം ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3, വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കൂ. എല്ലാം ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിക്കരുത്. 4, നിങ്ങളെ ശാന്തമാക്കുന്ന ഒരു ശീലം കണ്ടെത്തൂ. നടത്തം, പ്രാർത്ഥന, ധ്യാനം, സംഗീതം, പ്രകൃതിയിൽ സമയം ചിലവിടൽ. 5, ഇന്ന് മുഴുവൻ ജീവിതം പരിഹരിക്കാൻ ശ്രമിക്കരുത്. ഇന്നത്തെ ദിവസം മാത്രം ജീവിക്കൂ. ഇന്ന് ചെയ്യുവാനുള്ളത് മാത്രം ചെയ്യൂ. ഒരു ശക്തമായ സത്യം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ് നിങ്ങളെ കരയിപ്പിച്ച എത്രയോ പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലില്ല. അന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കാം, ഇനി ഞാൻ രക്ഷപ്പെടില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതെന്താണ് കാണിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ശക്തനാണ്.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ ഭൂതകാലമാണ്. കാരണം ഇതുവരെ വന്ന എല്ലാ പ്രശ്നങ്ങളെയും കടന്ന് നിങ്ങൾ ഇന്നിവിടെ എത്തി. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നവും ശാശ്വതമല്ല. അവസാനമായിട്ടൊരു കാര്യം, സ്വീകരിക്കൽ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എന്നത് പ്രതീക്ഷ ഉപേക്ഷിക്കലല്ല. ഇത് യാഥാർത്ഥ്യത്തിൽ നിന്ന് തുടങ്ങലാണ്. ഒരു ഡോക്ടർ ആദ്യം രോഗം അംഗീകരിക്കും, ശേഷമാണ് ചികിത്സ തുടങ്ങുന്നത്. ഒരു എഞ്ചിനീയർ ആദ്യം പ്രശ്നം കണ്ടെത്തും, ശേഷമാണ് പരിഹാരം കണ്ടെത്തുന്നത്. അതുപോലെ ജീവിതത്തിലും ആദ്യം യാഥാർത്ഥ്യം, പിന്നീട് മാറ്റം. അതാണ് ശരിയായ ക്രമം. ഓർക്കുക, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ കഥയുടെ അവസാന അധ്യായമല്ല. അതൊരു അധ്യായം മാത്രം. ഇനി എഴുതാനുള്ള പേജുകൾ ഒരുപാടുണ്ട്. ആ പേജുകളിൽ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഇന്നും നിങ്ങളുടെ ഉള്ളിലാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ചകൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? സത്യമായി പറഞ്ഞാൽ സന്തോഷമുള്ള ദിവസങ്ങളിലല്ല, വേദന നിറഞ്ഞ ദിവസങ്ങളിലാണ്. കാരണം സന്തോഷം നമ്മെ ആസ്വദിക്കാൻ പഠിപ്പിക്കും, പക്ഷേ ദുഃഖം നമ്മെ മാറാൻ പഠിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വിത്ത് മണ്ണിനടിയിൽ ഇട്ടാൽ ഇരുട്ടിൽ കിടക്കാതെ ഒരു മരമാകില്ല. ഒരു വജ്രം വലിയ സമ്മർദ്ദം സഹിക്കാതെ രൂപപ്പെടില്ല. സ്വർണം തീയിൽ ഉരുക്കാതെ ശുദ്ധമാകില്ല. പ്രകൃതി പോലും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സത്യമാണ്. വളർച്ച പലപ്പോഴും അസൗകര്യത്തിൻ്റെ മറുവശത്താണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ട ഒരു സംഭവം പറയാം. അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് നടത്തി. വർഷങ്ങളായി കഷ്ടപ്പെട്ട് വളർത്തിയ ബിസിനസ് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ തകർന്നു. ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് എല്ലാം നഷ്ടമായി. അദ്ദേഹം മാസങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. താൻ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ സ്കൂളിൽ നിന്ന് വന്ന് ചോദിച്ചു, "അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനി ചിരിക്കുന്നില്ല?" ആ ചോദ്യം അദ്ദേഹത്തെ ഉണർത്തി. അദ്ദേഹം പറഞ്ഞു, "ആ ദിവസം ഞാൻ മനസ്സിലാക്കി, ഞാൻ പണം മാത്രമല്ല നഷ്ടപ്പെടുത്തിയത്, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയായിരുന്നു." അദ്ദേഹം വീണ്ടും ചെറിയ രീതിയിൽ ജോലി തുടങ്ങി, വീണ്ടും പഠിച്ചു, വീണ്ടും ശ്രമിച്ചു. ഇന്ന് അദ്ദേഹം പറയുന്നു, "എൻ്റെ ബിസിനസ് തകർന്നത് എൻ്റെ ജീവിതം തകർക്കാനല്ല, എന്നെ വീണ്ടും നിർമ്മിക്കാനായിരുന്നു." എത്ര മനോഹരമായ ചിന്തയാണത്! ചിലപ്പോൾ ജീവിതം നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, പുതിയൊരു ഇടം ഒരുക്കാനായിരിക്കാം. നമുക്കത് ആ നിമിഷത്തിൽ മനസ്സിലാകില്ല, പക്ഷേ സമയം പല കാര്യങ്ങൾക്കും ഉത്തരമാകും. ഇനി ഒരു ചെറിയ മനപരിശീലനം ചെയ്യാം. നിങ്ങളിപ്പോൾ ശാന്തമായിരിക്കൂ. ഒരു ആഴത്തിലുള്ള ശ്വാസമെടുക്കൂ. പതുക്കെ അത് പുറത്തേക്ക് വിടൂ. വീണ്ടും ഒരു ശ്വാസമെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരൂ. ആ വേദനയെ ഓടിക്കളയാൻ ശ്രമിക്കരുത്. അതുമായി പോരാടാനും ശ്രമിക്കരുത്. അത് അവിടെ ഉണ്ടെന്ന് മാത്രം അംഗീകരിക്കുക. പിന്നെ മനസ്സിലിങ്ങനെ പറയൂ, "ഇതെൻ്റെ ജീവിതത്തിലെ ഒരനുഭവമാണ്. ഇതെൻ്റെ ജീവിതം മുഴുവനല്ല. ഈ വേദന എന്നെ നിർവചിക്കുന്നില്ല. ഞാൻ ഈ വേദനയേക്കാൾ ശക്തനാണ്. ഇതും കടന്നു പോകും. ഞാൻ പതുക്കെ മുന്നോട്ട് പോകും." ഈ വാക്കുകൾ ദിവസവും കുറച്ച് മിനിറ്റ് ആവർത്തിക്കൂ. മനസ്സ് ക്രമേണ മാറാൻ തുടങ്ങും. കാരണം നമ്മൾ ദിവസവും പറയുന്ന വാക്കുകൾ തന്നെയാണ് പിന്നീട് നമ്മുടെ വിശ്വാസങ്ങളാകുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു ചെറിയ അഭ്യർത്ഥന ചെയ്യട്ടെ. ജീവിതത്തിൽ പ്രയാസമുള്ളൊരു ദിവസം വരുമ്പോൾ അന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. "ഞാൻ ദുർബലനാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് മാത്രം ഇങ്ങനെയാണ്." ഇങ്ങനെ ഒരിക്കലും പറയരുത്. പകരം ഇങ്ങനെ പറയൂ, "ഞാൻ മനുഷ്യനാണ്, എനിക്കും വേദനിക്കാം, എനിക്ക് കരയാം, പക്ഷേ ഞാനിവിടെ നിൽക്കില്ല. ഞാൻ വീണ്ടും എഴുന്നേൽക്കും." അതാണ് യഥാർത്ഥ ധൈര്യം. ധൈര്യം എന്നത് ഒരിക്കലും കരയാതിരിക്കുകയല്ല, കരഞ്ഞിട്ടും മുന്നോട്ട് നടക്കുക എന്നതാണ്. ഒരിക്കലും വീഴാതിരിക്കുകയല്ല, വീണിട്ട് വീണ്ടും എഴുന്നേൽക്കുക എന്നതാണ്. ജീവിതം നമ്മളെ പരീക്ഷിക്കും. ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും, ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ പഠിപ്പിക്കും, ചിലപ്പോൾ വീണ്ടും തുടങ്ങാൻ പഠിപ്പിക്കും. ഈ 3 പാഠങ്ങളും പഠിച്ച ഒരാളെ ജീവിതത്തിന് തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അവസാനമായി ഞാനൊരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു പക്ഷേ യാദൃച്ഛികമാകില്ല. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു പ്രയാസത്തിലൂടെയായിരിക്കാം കടന്നു പോകുന്നത്. ഒരു നഷ്ടം, ഒരു പരാജയം, ഒരു ബന്ധത്തിൻ്റെ തകർച്ച, ഒരു ആരോഗ്യപ്രശ്നം, അല്ലെങ്കിൽ ആരോടും പറയാൻ കഴിയാത്ത ഉള്ളിലെ വേദന. എന്തായാലും ഒരു കാര്യം മാത്രം ഓർക്കൂ, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന അധ്യായമല്ല, ഇതൊരധ്യായം മാത്രമാണ്. ഓരോ രാത്രിക്കും ശേഷം ഒരു പകലുണ്ട്. ഓരോ മഴയ്ക്ക് ശേഷവും തെളിഞ്ഞ ആകാശമുണ്ട്.
ഓരോ ശൈത്യകാലത്തിന് ശേഷവും ഒരു വസന്തമുണ്ട്. അതുപോലെ ഓരോ ദുഃഖത്തിന് ശേഷം ഒരു പുതിയ തുടക്കമുണ്ട്. അത് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ 3 കാര്യങ്ങൾ ഓർക്കുക. 1. സംഭവിച്ചതിനെ അംഗീകരിക്കുക. 2. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. 3. ചെറിയ ചൂടുകളോടെ മുന്നോട്ട് പോവുക. ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നിങ്ങളെ കരയിച്ച ഒരു സംഭവം തന്നെ നിങ്ങളെ ഏറ്റവും ശക്തനാക്കിയ അനുഭവമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ തോറ്റില്ല, ഞാൻ വളർന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ പങ്കുവെക്കൂ. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു വാക്ക് മറ്റൊരാളുടെ ജീവിതത്തിന് പ്രതീക്ഷയായേക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാനും ഇനിയും മനസ്സിനെയും ജീവിതത്തെയും മാറ്റുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ സ്വയം സ്നേഹിക്കൂ, സ്വയം സ്വീകരിക്കൂ, ജീവിതത്തെ വിശ്വസിക്കൂ. നന്ദി.